ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മിനുട്ടി. ഇപ്പൊ ഗൈസ്, ഞാനിപ്പോ പോകുന്നത് കിഴൂർ ചന്തയിലേക്കാട്ടോ. ഗൈസ്, ഞാൻ ബാഗെല്ലാം എടുത്തിട്ടാണ് വന്നത്. എനിക്ക് കൊറേ സാധനം വാങ്ങണമെന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങള് കിഴൂർ ചന്തയിലെത്തി. ഇവിടെ നല്ല രസമാട്ടോ കാണാൻ. ഞങ്ങള് പോയ സമയത്ത് അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഒരു ചന്തയിൽ കയറി അവിടുന്ന് കുറേ സാധനം നോക്കിട്ടോ. അവിടുന്ന് കുറച്ച് വാങ്ങുകയും ചെയ്തിരുന്നു. ഇവിടുന്ന് ഞാൻ എന്തെല്ലാം വാങ്ങിച്ചെന്ന് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനും അച്ഛമ്മയും അമ്മയും കൂടി തകൃതിയിൽ സാധനങ്ങൾ നോക്കുകയായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിച്ചത് അച്ഛമ്മയാണ്. അച്ഛമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ വാങ്ങിച്ചത്, എനിക്കും ഷീമോച്ചിക്കും ഇഞ്ചുകുട്ടിക്കും ഉള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. പോകുമ്പേ ഞങ്ങൾ പറഞ്ഞാണ് ഒരു ഉപ്പ് ഭരണി വാങ്ങണമെന്ന്. അങ്ങനെ ഒന്നത് വാങ്ങിച്ചു. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് പേരെല്ലാം ഞങ്ങൾക്ക് പൊരിയെല്ലാം കൊണ്ട് തന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ലേ. എനിക്ക് കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു കേട്ടോ. സാധനങ്ങൾ ഒരുപാടുണ്ട് ഗൈസ് ഇവിടെ വാങ്ങിക്കാൻ. പക്ഷെ എല്ലാത്തിനും നല്ല പൈസയാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലോ ഇത് കണ്ടു നടക്കാൻ തന്നെ ഒരു രസമാണ്. അതാണ് കേട്ടോ കിഴൂർ ചന്തയിൽ ഒരു വൈബ്. നിങ്ങൾ ഇതുവരെ കിഴൂർ ചന്തയിൽ വന്നില്ലെങ്കിൽ ചന്ത കഴിയുന്ന മുന്നേ ഒന്ന് വരണേ. ഞങ്ങളങ്ങനെ ഒരു കടലക്കയെല്ലാം വാങ്ങി അതും കഴിച്ച് ഈ കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ നടന്നു. പിന്നെ ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരുന്നു കേട്ടോ. ഈ മൈലാഞ്ചിയുടെ എന്തൊരു എളുപ്പമല്ലേ. കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷെ 2 ദിവസം കൊണ്ട് മാഞ്ഞു പോകും. പിന്നെ നല്ല ചൂട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അതൊന്നാണ് ഒരു മോഹം. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്നൊന്ന് ഓർഡർ ചെയ്തു. കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ടൊമാറ്റോ സോസ് കിട്ടിയില്ല. കാർണിവലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു, നല്ല പൊടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നിലും കയറിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. പോകുന്ന വഴി ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിക്കഴിച്ചു. അതല്ലേ അതിൻ്റെ ഒരു സുഖം. പിന്നെ വരുന്ന മോതിരത്തിൽ പേര് എഴുതി കൊടുക്കുന്ന കണ്ടു. അപ്പം ഞാനും ഒന്നിങ്ങ് ചെയ്തു. ഞാൻ മീനൂട്ടി എന്നാട്ടോ പേര് എഴുതിപ്പിച്ചത്. നിങ്ങളൊന്ന് നോക്ക്, നല്ല രസമില്ലേ കാണാൻ. പിന്നെ എൻ്റെ പേര് ശരിക്കും ദക്ഷ വിഘ്നേഷ് എന്നാണ്. പക്ഷെ എല്ലാവരും മീനൂട്ടി മീനൂട്ട എന്നല്ല കേട്ടോ വിളിക്കുക. അയ്യോ, നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോയടാ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് തളർന്ന്. അപ്പം അവിടെ ഒരു ബൺമസ്ക ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പം ഒന്നും നോക്കിയില്ല, അതന്നെ ഇങ്ങോട്ട് എടുത്ത്. ഇവിടെ 2 ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റും ബട്ടറും. ഞാൻ ബട്ടർ ഫ്ലേവർ ആട്ടോ എടുത്തത്. മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലതാന്ന് പറഞ്ഞപ്പോൾ അമ്മയൊന്ന് വാങ്ങി കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിനിടയിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ രാത്രിയിലെ കാർണിവൽ വ്യൂ. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കണം, എന്നാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അവിടുത്തെ ഒച്ചയും ബഹളവും തിക്കും തിരക്കും അതൊരു പ്രത്യേക വൈബ് തന്നെ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ചന്തയിൽ എന്തെല്ലാം സാധനം വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതാ ഒരു ക്യൂട്ട് ബുക്കാണ് വാങ്ങിച്ചത്. പിന്നെ മാല വാങ്ങിയിട്ടായിരുന്നേ. പിന്നെ നമ്മളുടെ കുപ്പി വള വാങ്ങി. പിന്നെ വേറൊരു വള വാങ്ങിയിരുന്നേ. പിന്നെ ഒരു ഫോർക്കും. പിന്നെ ഒരു ടിക്ക് വാങ്ങിയിരുന്നേ. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയിരുന്നേ. പിന്നെ വേറൊരു കുപ്പി വള വാങ്ങിയിരുന്നേ. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ എൻ്റെ കിഴൂർ ചന്തയിൽ പോയ വിശേഷങ്ങൾ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായിട്ടൊന്ന് പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.